You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. ഇറ്റ് ഇസ് എ മലയാളം ഫിലിം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ പടത്തിനെ പ്രൊമോട്ട് ചെയ്തത്. ഏത് ഫിലിമാണ് സാറിന് ഇത് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാമെന്ന് പറഞ്ഞത്? പുള്ളി എന്നോട് പറയാണ്, ഞാൻ തൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. താങ്ക്ഫുള്ളി ഐ ഗോട്ട് എ ഡയലോഗ് ഡെലിവറി വിത്ത് ശ്രീനാഥ് ബാസി. അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ സ്ക്രീൻഷോട്ട്. ഇടയ്ക്കിടയ്ക്ക് വീക്ക് ആകുമ്പോൾ ഞാൻ അതെടുത്ത് വായിക്കും, ഇത് ഒറിജിനൽ തന്നെയാണ്. സന്ദീപ് വാങ്കറെഡ്ഡി തിയേറ്ററിൽ ഫിലിം കണ്ടു കഴിഞ്ഞപ്പം ഹി കെയിം ആൻഡ് ടോൾഡ് മീ ദാറ്റ് യു കിൽ ദാറ്റ് സീൻ. ടു ബി ഓണസ്റ്റ്, നമ്മുടെ ആക്ടിങ്ങിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നതൊക്കെ കരിക്കുന്നതാണ്. ഹാഡ് ആൻ ഓഡിഷൻ സീൻ വേർ ദാറ്റ് വാസ് എ കാർ സീൻ. അത് ബാസി ആയിട്ടുള്ള കരയുന്ന സീനൊക്കെ ആയിരുന്നു അന്ന് ഓഡിഷൻ ചെയ്തത്. ആ സീനായിരുന്നു ചെയ്തത്. ഹാഷ്ടാഗ് ഹോം ഇസ് സംതിങ് നോൺ മലയാളീസും കണ്ട ഒരു സിനിമയാണ്. ഐ വാസ് വെരി സാഡ് ദാറ്റ് പെരുമാനി ഡിഡ്ന്റ് വർക്ക് ഔട്ട്. 5 ഫേവറേറ്റ് മലയാളം സിനിമാസ് ആണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് പെരുമാനി പോയിരുന്ന് കാണണം പറ്റുകയാണെങ്കിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ജസ്റ്റ് വോണ്ട് ടു സർവൈവ് ഇൻ ഇൻഡസ്ട്രി. സോ ഈ ഇപ്പോൾ പറയുന്ന പെരുമാനി ഇതൊന്നും ഒരു ലോബിയിലോ അല്ലെങ്കിൽ ഒരു സർക്കിളിലോ പെടുന്ന ആളുകൾ ചെയ്ത സിനിമകളല്ല. ദീപ തോമസ് ആണ് ദ ക്യൂ അഭിമുഖത്തിൽ കൂടുള്ളത്. ഹായ് ദീപ, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. നമസ്കാരം. എപ്പോഴാണ് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തത്? റാവ് ബഹദൂർ റിലീസ്, പ്രൊമോഷൻ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് 3 days ആയി. അപ്പം അറൗണ്ട് 2 weeks നമുക്ക് അവിടെ കണ്ടിന്യൂസ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈദരാബാദായിരുന്നു. എൻജോയ് ചെയ്തു? മൊത്തത്തിൽ എൻജോയ് ചെയ്തു. ഈ ഡെബ്യൂ തെലുഗു ഫിലിം, അതും ഈ കെയർ ഓഫ് കഞ്ചറപാലം പോലെ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉള്ള ഒരു പടത്തിൻ്റെ ഡയറക്ടർ സംവിധാനം ചെയ്യുന്നൊരു പടം. ഓൾമോസ്റ്റ് ഒരു 2 yearsോളം ദീപ ഈ പടത്തിൻ്റെ ഹോൾ പ്രോസസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സർക്കംസ്റ്റൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് 2 years ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറ്റ്സ് എ ടാസ്ക് അല്ലേ, ഭയങ്കര ഒരു വലിയ ടാസ്ക്കാണ്. പേഴ്സണലി ഈ 2 years എങ്ങനെയാണ്, ഞാൻ സിനിമയുടെ കാര്യം മാത്രമല്ല ചോദിക്കുന്നത്, ലൈഫ് ഓൺ എ ഹാപ്പി നോട്ടാണോ അതോ എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? ടു ബി ഓണസ്റ്റ്, ആദ്യത്തെ സമയത്ത് ഈ 2 years നമ്മളൊരു പടത്തിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ കുറച്ച് സിനിമകളെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ സിനിമകളിൽ ഒരിക്കലും എനിക്ക് ഒരു ഫുൾ ഇയർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എനിക്കിതൊരു ഫുള്ളി ഒരു ന്യൂവർ എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയായിരിക്കും ഒരു ഇത്രയും ദിവസങ്ങൾ നമ്മളൊരു പടത്തിന് വേണ്ടി സ്കെഡ്യൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ആ ക്യാരക്ടറിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യൂ എക്സ്പീരിയൻസും ആയിരുന്നു ആൻഡ് ഓൾസോ ഒരു ന്യൂ ടാസ്കും കൂടിയായിരുന്നു. ബട്ട് ഇവൻച്വലി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ബിക്കോസ് ഇപ്പം മലയാളത്തിൽ ചെയ്ത കഥാപാത്രങ്ങളാണെങ്കിലും സൂപ്പർഫിഷ്യലി അധികം ഇമോഷൻസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. പക്ഷെ എനിക്കിവിടെ റാവ് ബഹദൂറിൽ അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയായിരുന്നു. അപ്പോൾ ഇവൻച്വലി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഫിലിം ഇസ് സംതിങ് ദാറ്റ് ഐ ഡിഡ് വിച്ച് ഇസ് വർത്ത്ഫുൾ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടും അവർ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഫീലിംഗ് അടിപൊളിയായിരുന്നു. ബിക്കോസ് നമ്മൾ അത്രയും ഇറ്റ് വാസ് എ പെയിൻഫുൾ പ്രോസസ് ടു ബി ഓണസ്റ്റ്. ബട്ട് ഇവൻച്വലി ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കിട്ടുന്ന ആ ഓഡിയൻസിൻ്റെ എപ്രിസിയേഷനും ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്തതിലും ആ ഒരു സന്തോഷം എനിക്ക് എന്താ പറയുക, ദാറ്റ് 2 years worth it എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോയിന്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. വളരെ ക്ലീഷേ ആയിട്ടൊരു ചോദ്യമാണ്. ഈ മലയാളത്തിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് ഇതര ഭാഷ സിനിമ ചെയ്ത എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, പക്ഷെ നമ്മുടെ ഒരു എനർജിക്ക് വേണ്ടി, ഒരു ഗൂസ് ബംസിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്,
ഹൗ ദേ ലുക്ക് അപ്പോൺ മലയാളം കോണ്ടന്റ്. Can I tell you something? അപ്പം അതെ, പ്രൊമോഷന്റെ ടൈം ആയപ്പം നമ്മൾ ഈ തെലുഗു സിനിമേനെ റാവ് ബഹദൂറിനെ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ അവര് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു സ്ട്രാറ്റജി തന്നെ ഇറ്റ് ഇസ് എ മലയാളം ഫിലിം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ പടത്തിനെ പ്രൊമോട്ട് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, കാരണം തെലുഗു ഫിലിം കൂടുതൽ നമ്മൾ കണ്ടു വന്നേക്കുന്നത് വളരെയധികം ഫാന്റസി, ഇത് ഭയങ്കര ഈ റാവ് ബഹദൂർ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ റൂട്ടഡ് ആയിട്ടുള്ള ഫിലിമാണ്. ടെംപ്ലേറ്റുകൾക്ക് ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് വിട്ടിട്ടാണ്, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ കണക്ട് ആവുന്ന ഒരു സിനിമയാണത്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരുന്നു ഈ സിനിമ. there is magical realism, പക്ഷെ എന്നാൽ കൂടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഡെഫിനറ്റ്ലി കെയർ ഓഫ് കഞ്ചനപ്പാലം ഡയറക്ട് ചെയ്തൊരു ഡയറക്ടറാണ് വെങ്കടേഷ് മഹാ. അവരുടെ മൂന്നാമത്തെ പടമാണിത്. രണ്ടാമത്തെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ റീമേക്ക് ആയിരുന്നു ചെയ്തത്. അതെ, അപ്പൊ ആ സിനിമ മൂന്നാമത്തെ പടമാണ് റാവ് ബഹദൂർ. അപ്പൊ ഇത് ചെയ്തപ്പം കൂടുതലും മലയാളി ഓഡിയൻസിന് കണക്ട് ആവും, അല്ലെങ്കിൽ മലയാളം സിനിമയാണ് റിലീസ് അയക്കുന്നു പറഞ്ഞിട്ടാണ് അവിടെ അവർ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് അങ്ങനെ പറഞ്ഞാൽ അവിടെ ആൾക്കാർ കുറച്ചും കൂടെ കണക്ട് ആവൂ എന്നുള്ള രീതിയിൽ ആ പടത്തിന് അങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. ബിക്കോസ് ഐ ആസ്ക്ഡ് ദം അതെന്തിനാണ് അങ്ങനെ ഒരു സാധനം ചെയ്തെന്നുള്ളത്. സോ യാ, റാവ് ബഹദൂറിലേക്ക് ദീപ എൻട്രി ചെയ്യുന്ന ഒരു ഫസ്റ്റ് കോൾ ഏത് വർഷമായിരിക്കും? അത് എങ്ങനെയായിരുന്നു ആ ഹോൾ പ്രോസസിന്റെ ഒരു ബിഗിനിങ്? 2024 എനിക്ക് ഈ കോള് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ആദ്യം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ വി ഹാഡ് എൻ മീറ്റിംഗ് ഇൻ ദി ഓഫീസ്. സോ ദേ ഹാഡ് എ ലുക്ക് ടെസ്റ്റ്, ഒരു ചെറിയ ലുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി. ഐ സ്റ്റിൽ റിമെമ്പർ ഓണത്തിന്റെ സമയത്താണ്, ബട്ട് ഐ ഗേവ് പ്രയോറിറ്റി ഫോർ ദ ഫിലിം. അപ്പൊ ഞാൻ ഇവിടെ ഓണം ആഘോഷിക്കേണ്ടാണ് അവിടെ പോയത്. അതെ, ഓണം സാരി കൊടുത്തിട്ട് ഞാൻ പ്രൊമോഷന് പോവാ അവിടെ. അങ്ങനെ അവിടെ എത്തി ഡയറക്ടറിനെ കണ്ടു, ഫസ്റ്റ് ഒരു ലുക്ക് നടത്തി. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു ഓഡീഷൻ വീഡിയോ ചെയ്ത് തരാൻ പറഞ്ഞു. ലൈക്ക് വെനെവർ യു ഫ്രീ. അതൊരു ടംഗ്ലീഷിലാണ് തന്നത്. ഈവൻ ദേ ഡിഡന്റ് ഈവൻ ഗിവ് മീ എന്താണിത്, എന്തിനെ പറ്റിയാണെന്ന് പോലും പറഞ്ഞില്ല. ഐ ഗോട്ട് ദ നറേഷൻ ടു ബി ഓണസ്റ്റ്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സീൻ മാത്രം എനിക്ക് തന്നപ്പം ഐ ഡിഡന്റ് ഈവൻ നോ വാട്ട് വാസ് എക്സാക്ട്ലി ഇത് എന്തിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു നോട്ട് എ പ്രോപ്പർ നറേഷൻ, ഒരു 1 ലൈൻ പോലെ അങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെ ഞാൻ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് എനിക്ക് ഓഡീഷൻ ടേപ്പ് അയക്കാൻ പറഞ്ഞപ്പം ഞാൻ ലിറ്ററലി ചോദിച്ചു ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അപ്പം എന്നോട് പറയണേ, എനിക്ക് ടാസ്ക്കാണ് തന്നത്. എന്നോട് പറയണേ, ദീപയ്ക്ക് ഇതിന്ന് എന്ത് മനസ്സിലായോ അത് അങ്ങ് ചെയ്തോ. ടംഗ്ലീഷിലാണ് തന്നത്. അപ്പം ഞാൻ എന്താക്കി, ഓക്കെ എന്തായാലും എനിക്ക് തന്നല്ലോ, ഞാനൊരു എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് എഫേർട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മീനിങ് ട്രാൻസ്ലേഷൻ കറക്റ്റ്ലി നോക്കി എല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ എൻ്റെ ഒരു സൈഡ് ഇട്ടു. അങ്ങനെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് എ കോൾ, യു ആർ കൺഫേംഡ് ഫോർ ദിസ് ഫിലിം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ടറോട് ചോദിക്കുകയുണ്ടായി, സർ ഐ വാണ്ടഡ് ടു ആസ്ക് യു സർ, ഏത് ഫിലിമാണ് എൻ്റെ കണ്ടത്, ഏത് ഫിലിമാണ് സാറിനിത് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാമെന്ന് പറഞ്ഞത്. പുള്ളി എന്നോട് പറയണേ, ഞാൻ തൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ഞാൻ അപ്പൊ സാർ എങ്ങനെയാണിത് കാസ്റ്റ്, ഈ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം ഞാൻ തെലുഗു ആദ്യമായിട്ടിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ADs കുറച്ച് ആംഗ്ലോ ഇന്ത്യൻ ലുക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് അവർ നോക്കണത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ മലയാളി ആക്ടേഴ്സിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞപ്പം അവർ ഈ ഫേസ് ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഫേസ് അവർക്ക് ലൈക്ക് ചെയ്തപ്പോഴാണ് ഇവർ ഈ ഒരു ക്യാരക്ടറിലേക്ക് കൺഫേം ആവുന്നത്. He haven't watched any of my craft. അപ്പൊ ഞാൻ ഇങ്ങേർക്ക് എവിടുന്ന് എത്ര ധൈര്യം, അത് എന്താണ് സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനിലാണ് ഞാൻ. അപ്പം ഈ ഒരു ഹോൾ പ്രോസസ്സ് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ് ലൈഫിൽ. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ലൈഫിൽ ഒരു പീരിയഡ് ഫിലിം ചെയ്യണം എന്നുള്ളത്. അപ്പം അത് ലൈഫിൽ വന്നപ്പോൾ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ദീപയുടെ ഫസ്റ്റ് മൂവി ഇപ്പോൾ വൈറസ് ആയിരുന്നു, ഫസ്റ്റ് ഡെബ്യൂ എന്നുള്ളത്. ഇപ്പോൾ വൈറസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹ്യൂജ് ടീമാണ്, നമ്മുടെ ഒരു ഡ്രീം ടീം എന്നൊക്കെ പറയുന്ന ഒരു കൊളാബറേഷനിലാണ് ആദ്യത്തെ പടം വരുന്നത്. ഫസ്റ്റ് കോൾ ഇപ്പോൾ വൈറസ് സംഭവിക്കുന്നത് 2019, എനിക്ക് തോന്നുന്നു കരിക്കിനും മുമ്പാണ് അല്ലേ? ഫസ്റ്റ് വൈറസ് കരിക്കിനും മുമ്പാണ് നടക്കുന്നത്. വൈറസിലേക്കുള്ള ഫസ്റ്റ് കോൾ അത് എവിടെ നിന്നാണ് തുടങ്ങിയത്? കോഴിക്കോട് കണക്ഷൻ ഉണ്ടോ? എനിക്ക് സിനിമയിൽ ഒരു കണക്ഷനും ഇല്ല. ഞാൻ
സെൽഫായിട്ട് കഷ്ടപ്പെട്ട് തന്നെ വന്നൊരു വ്യക്തിയാണ്. സെൽഫ് ടോട്ട് അല്ലേ? ഡെഫിനറ്റ്ലി ആണ്. ഐ ക്യാൻ സേ ഇറ്റ് പ്രൗഡ്ലി. അപ്പോൾ എനിക്ക് ഈ സിനിമ വരുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ്. BSc നഴ്സിംഗ് പഠിക്കുകയാണ് കോഴിക്കോട്. ബേബി മെമ്മോറിയലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഓഡീഷൻ വന്നു. ഇങ്ങനെ ഓഡീഷൻ കോള് ഞാൻ കണ്ട് ഞാൻ ഓഡീഷന് പോയി. അന്ന് ബിനു പപ്പു ചേട്ടനാണ് ഓഡീഷൻ ചെയ്യുന്നത് അതിന്റെ പടത്തിന്റെ. അപ്പോൾ ഓഡീഷൻ അന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാക്കാരൻ ബിനു ചേട്ടനാണ്. അപ്പോൾ ഓഡീഷന് ഞാൻ അറ്റൻഡ് ചെയ്തു. ഓഡീഷൻ അറ്റൻഡ് ചെയ്തപ്പം ഐ ഗോട്ട് എ മെയിൽ ഫ്രം വൈറസ് ടീം. ഇങ്ങനൊരു ജൂനിയർ ഡോക്ടറിന്റെ റോളാണ്. താങ്ക്ഫുള്ളി ഐ ഗോട്ട് എ ഡയലോഗ് ഡെലിവറി വിത്ത് ശ്രീനാഥ് ബാസി. അതായിരുന്നു. അതിന് ശേഷം എനിക്ക് വരുന്ന കോള് #ഹോമിലാണ്. അപ്പം ഇതൊക്കെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു ലൈഫിൽ എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പം വൈറസ് വന്നപ്പം ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ്, അതൊരു ജൂനിയർ ഡോക്ടറിന്റെ റോളാണ്. എനിക്ക് റീമ ചേച്ചിയായിട്ടൊരു ഡയലോഗ് ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ. ഐ ഫെൽ സോ ഹാപ്പി ദാറ്റ് ഇങ്ങനൊരു സിനിമയുടെ ഭാഗം ആഷിഖ് കപൂർ സാറിന്റെ ഫിലിമിൽ രാജീവ് രവി സീൻ മെമ്മറി എന്ന് വെച്ചാൽ ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ ഐ എം ഇൻ ടു മെഡിക്കൽ ഫീൽഡ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് വൈറസ് ആണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോ ശരിക്കും ചിലപ്പോ ഹോസ്പിറ്റലിൽ എങ്ങാനും ആയിരിക്കും നടക്കുന്നതെന്നാണ്. ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെ എത്തുമ്പോ ഉണ്ട് ഫുൾ ഈ ഹോസ്പിറ്റൽ സെറ്റപ്പ് മൊത്തം ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടുത്തെ എന്താ ആ ഒരു ഏരിയയിൽ എനിക്ക് പോയി ബന്ധമുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പം ഇറ്റ് വാസ് എക്സാക്ട്ലി അവരുടെ ആർട്ടും പരിപാടിയും. ഈവൻ ദ റോണക് സേട്ടനാണ് അതിന്റെ മേക്കപ്പ് മാൻ. ഇറ്റ് ലുക്ക് ലൈക്ക് റിയൽ. കറക്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ എങ്ങനെ, ഒരു എമർജൻസി സെറ്റപ്പിൽ എങ്ങനെ വരുന്നു, ആ ഒരു ഫീലിംഗ് കിട്ടുന്നു. So I was not afraid about the setup because ഞാൻ അതായിട്ട് യൂസ്ഡ് ടു ആയിട്ടുള്ള ഒരാളാണ്. But I was surprised to see the whole setup of that film. How they created the real one into real one. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ ബേബി മെമ്മോറിയൽ പഠിക്കുന്ന സമയത്താണ് മോഡലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. കോഴിക്കോട് നിന്നൊക്കെ പുറത്തോട്ട്, ഈ നാട്ടിൽ നിന്ന് പുറത്ത് ചാടുക എന്നൊക്കെ പറയുന്നത് ഈ മോഡലിംഗ് സമയത്തായിരുന്നു തുടക്കം. അതെ, ഞാൻ ബേബി മെമ്മോറിയലിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ, BSc നഴ്സിംഗിന്റെ പ്രിൻസിപ്പൾ ഭയങ്കര എന്താ പറയാ, ഹി ഈസ് നോട്ട് ദറ്റ് സ്ട്രിക്റ്റ് പ്രിൻസിപ്പൾ വി ഹാഡ്. പുള്ളിയാണെങ്കിൽ നമുക്കിപ്പം ആർട്സിനോട് ഇഷ്ടമുള്ള ഒരാളും കൂടിയായിരുന്നു. നമുക്ക് ആർട്സിനും ഇമ്പോർട്ടൻസ് തരുമായിരുന്നു. നമുക്ക് ആർട്സ് ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. അപ്പം സാർ എന്നോട് സ്പെസിഫിക്കലി പറയുന്ന കാര്യമാണ്, താൻ ഇവിടെ പഠിക്കേണ്ട ആളല്ല, താൻ വല്ല ആർട്സ് കോളേജിൽ പോകേണ്ട ആളാണ്. ബിക്കോസ് ഐ യൂസ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ഡ്രാമാസ്. പിന്നെ നമുക്ക് മിസ് കോളേജ് അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ നടക്കുമായിരുന്നു. അങ്ങനെ മിസ് കോളേജ് ഇവന്റിൽ വിന്നർ ആയപ്പോഴാണ് എനിക്ക് പുറത്തത്തെ പേജൻസ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിസ് മില്ലേനിൽ പോയി, മിസ് സൗത്ത് ഇന്ത്യയിൽ പോയി. ഐ ബിക്കേം എ റണ്ണർ അപ്പ് ഇൻ മിസ് സൗത്ത് ഇന്ത്യ. അങ്ങനെ അതൊരു സ്റ്റേജ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. സോ മോഡലിംഗ് വാസ് ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് മൈ ലൈഫ്. കോഴിക്കോട്, നമ്മൾ കോഴിക്കോട് നിന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു കൈൻഡ്നെസ്, ഒരു വോംത്ത് ഒക്കെ ആണല്ലോ നമ്മുടെ മനസ്സിൽ. ഈ നാട്ടിൽ പോവാ, ഇവിടെ താമസം ഇല്ല എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നാട്ടിൽ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നാട് ഇമോഷൻ ഉണ്ടോ? നാട് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അതിപ്പം ഇവിടെയുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കൊച്ചിക്കാരാ. പക്ഷെ അവര് എന്തെങ്കിലും ഡൗൺ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതെ ഞാൻ കോഴിക്കോട് വരും കേട്ടോ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദേ വോണ്ട് ടു ബിക്കം ലിറ്റിൽ ഒരു സ്പേസ് വേണം, അവർക്കൊരു സന്തോഷം വേണം എന്ന് തോന്നുമ്പോഴാണ് കോഴിക്കോട് വരാറ്. ഡെഫിനറ്റ്ലി ദ ബീച്ച്, ദ പീപ്പിൾ, ഫുഡ്, ഇതെല്ലാം ആ ഒരു ഇമോഷൻ എല്ലാം കോഴിക്കോടാണ്. എനിക്കും ഭയങ്കര വളരെ ക്ലോസ് ആയിട്ടുള്ള പ്ലേസ് ആണ് കോഴിക്കോട്. കോഴിക്കോട് ഒരു ഫേവറേറ്റ് സ്പോട്ട് ഏതായിരിക്കും? ഫുഡ് സ്പോട്ട്? ഞാൻ ഫുഡ് ബ്ലോഗിലേക്ക് കിടക്കാണ്. ഫുഡ് ബ്ലോഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറൊരു എപ്പിസോഡായിട്ട് തന്നെ വെക്കേണ്ടി വരും. അത്രയും പറയാനുണ്ട്. നിങ്ങളുടെ ഒരു ഗോ ടു റെസ്റ്റോറന്റ് ഏതാ കോഴിക്കോട്? ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു സ്ഥലത്ത് പോകാൻ തുടങ്ങിയത് ആഡാം ബിരിയാണി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. കടുക്ക ബിരിയാണി, കടുക്ക അറിയില്ലേ? അത് ഭയങ്കര റെയറാണ് കോഴിക്കോട് ബിരിയാണി കിട്ടാൻ. കടുക്ക എല്ലായിടത്തും കിട്ടും, പക്ഷെ അതിപ്പം ആഡാം ബിരിയാണി സെന്ററിൽ കിട്ടും. അപ്പൊ റീസെന്റ് ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ അവിടെ പോയിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് കയറുന്നത്. ദീപ, എനിക്ക് ഓർമ്മ വരുന്ന ഹൈദരാബാദി ബിരിയാണി കഴിച്ച്
നരേഷൻ അറ്റൻഡ് ചെയ്ത് ഉറക്കം വന്ന് ഞാൻ എന്തിനത് കഴിച്ചെന്നായിപ്പോയി. ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു, സത്യം പറയാലോ കോഴിക്കോട് ബിരിയാണിനെ വെച്ച് നോക്കുമ്പോ ഹൈദരാബാദി ബിരിയാണി ഒന്നും അല്ല. എന്നോട് പറയാണ്, ഹൈദരാബാദ് വന്നിട്ട് ഇതൊന്നും പറഞ്ഞേക്കരുത്, തല്ലിക്കൊല്ലും. പക്ഷെ ഉള്ളത് പറയാലോ, നമ്മുടെ ബിരിയാണി തന്നെയാണ് ഏറ്റവും അടിപൊളി. ഇവരുടെ ബസ്മതി ആണല്ലോ, നമ്മുടെ മറ്റേ റൈസ് ആണ്, മറ്റേ നമ്മുടെ ഫ്ലേവർ ഉള്ള ഒരു റൈസാണ്. അപ്പം എനിക്ക് ഇപ്പോഴും ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ തിരിച്ച് പെട്ടെന്നെങ്കിലും കോഴിക്കോട് അടിക്കണം, അമ്മേന്റെ ഫുഡ് അടിക്കണം, പിന്നെ ഇവിടെ ഒക്കെ കറങ്ങണം എന്നുള്ള സാധനമാണ്. ഇപ്പം ഷോപ്സ്, ഹോട്ടൽസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബോംബെ ഹോട്ടൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു ഷോപ്പുണ്ട് ശ്രീധരേട്ടന്റെ പുട്ടുകട എന്ന് പറഞ്ഞിട്ട്, അവിടെയും നല്ല ഫുഡാണ്. നല്ല പുട്ടും ചെമ്മീൻ റോസ്റ്റും കടുക്ക റോസ്റ്റ്, ഫിഷ് കറി, ഇതൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ്. മട്ടൻ കറി, മട്ടൻ സ്റ്റൂ, പപ്പടമൊക്കെ വെച്ചിട്ട്. അവിടുത്തെ ഏലാഞ്ചിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അവിടുത്തെയാണ് ബെസ്റ്റ് ഏലാഞ്ചി ഞാൻ കഴിച്ചതിൽ. പിന്നെ പറയുകയാണെങ്കിൽ ശ്രീധരേട്ടന്റെ ചായക്കട. പിന്നെ പറയുകയാണെങ്കിൽ ടോപ്പ് ഫാമിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊക്കെ ഈ കോഴിക്കോട് പറഞ്ഞ ഈ ഫുഡ് കഴിക്കാൻ ഒരു ഡേ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഒരു ഫോർട്ട് കൊച്ചിയിൽ എനിക്കൊരു വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, JK. അപ്പൊ അവൻ വിളിച്ചെന്നെ, ദീപ ഒരു കുറച്ച് കടകൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് കൊടുക്കും, ഇവിടെ ഓരോ സെഷൻ, രാവിലെ ഇവിടെ, ഉച്ചയ്ക്ക് ഇവിടെ, രാത്രി ഇവിടെ, തിരിച്ചു പോകുമ്പോ ഏർലി മോർണിംഗ് അവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. ആദർശ് ഹോട്ടൽ ഉണ്ട്, അതും നല്ല അടിപൊളി ഫുഡ് കിട്ടും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അൺഎക്സ്പ്ലോർഡ് ഇതാണോ, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആണോ? ശരി. ഈ റാവ് ബഹദൂറിലെ ഏറ്റവും ഒരു എനിക്ക് ഉറപ്പാണ് പേഴ്സണൽ ഹൈ മൊമെന്റ് എന്ന് പറയുന്നത്, ഈ മഹേഷ് ബാബു ട്വീറ്റ് ചെയ്യുന്ന, മഹേഷ് ബാബു ആണ് പ്രസന്റ് ചെയ്യുന്നത് പടം, മഹേഷ് ബാബു നെയിം ഡ്രോപ്പ് ചെയ്തിട്ട് ട്വീറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിന്റെ ആ മൊമെന്റ് എങ്ങനെയായിരുന്നു ശരിക്കും? എവിടെ വെച്ചാണ് അത് കാണുന്നത്? ആ മൊമെന്റിന്റെ കലാശക്കൊട്ട് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങ് കരഞ്ഞു, കരഞ്ഞങ്ങ് മെഴുകി. യൂഷ്വലി ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് മറ്റേ ഇമോഷണൽ സ്പേസ് കാണിക്കാത്ത ഒരാൾ, എന്റെ വീക്ക്നെസ് പോയിന്റ് കാണിക്കാത്ത ഒരാളാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ ഇന്റർവ്യൂവിന് ഞാൻ ഇരിക്കുന്നത്. അപ്പം ബേസിക്കലി സ്പീക്കിംഗ്, ഞാൻ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് പബ്ലിക്ലി അനൗൺസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ്. ഇപ്പം ഞാനിങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തു. റീസെൻ്റ്ലി ഞാൻ പെരുമാനി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മെസ്സേജസ് ഫ്രം നോൺ പീപ്പിൾ ഫ്രം ഫിലിം ഇൻഡസ്ട്രി. പക്ഷേ ഇത് ഒരിക്കലും ഒരാൾ വന്നിട്ട് പബ്ലിക്കലി ഷീ ഹാവ് ഡൺ, അല്ലെങ്കിൽ ഈ സിനിമ പെരുമാനി എന്ന് പറയുന്ന സിനിമയെ പറ്റി പബ്ലിക്കലി അനൗൺസ് ചെയ്ത ആൾക്കാർ വളരെ വിരളമായിരുന്നു. കുറവൊന്നുമല്ല, ആൾക്കാർ പറയാറില്ല. അപ്പം മഹേഷ് ബാബു പോലത്തെ ഒരു വലിയ ഒരു ആക്ടറും ഈ ഫിലിം പ്രസൻറ്റ് ചെയ്ത ആളും കൂടെയാണ്, റാവ് ബഹദൂർ പ്രസൻറ്റ് ചെയ്ത ആളും കൂടെയാണ്. ആക്ച്വലി പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ റാവ് ബഹദൂർ ടൈറ്റിൽഡ് ഫോർ സത്യദേവ് കഞ്ചാർന എന്ന് പറഞ്ഞ ആക്ടറാണ് ചെയ്തേക്കുന്നത്. സോ വെൻ ഹി സെഡ് അബൌട്ട് ഇറ്റ്, ഐ ഫെൽ സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ദർ ഇസ് എ ലൈഫ് ഇൻ സിനിമ ഫോർ മീ എന്നുള്ളൊരു ഫീലിംഗ് വന്നത് അവിടെ തൊട്ടാണ്. ഞാൻ അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ സ്ക്രീൻഷോട്ട്. ഇടയ്ക്കിടയ്ക്ക് വീക്കാവുമ്പോൾ ഞാൻ അതെടുത്ത് വായിക്കും, ഇത് ഒറിജിനൽ തന്നെയാണല്ലോ. ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമാണ് എൻ്റെ ലൈഫിൽ. അപ്പം ഐ ഫീൽ സോ ഹാപ്പി ആഫ്റ്റർ ദാറ്റ്. അവിടെയുള്ള സമയത്തായിരുന്നു, ഹൈദരാബാദിലുള്ള സമയത്തായിരുന്നു? അല്ല, ഞാൻ നാട്ടിലുള്ള സമയത്ത് തന്നെയാണ്. കാരണം പടം പുള്ളി നേരത്തെ കണ്ടായിരുന്നു. കണ്ടിട്ട് റിലീസിന് മുന്നേ തന്നെ പുള്ളി കണ്ടിട്ടാണ് ആ റിവ്യൂ ഇട്ടത്. അപ്പം ഐ ഫീൽ സോ ഹാപ്പി. ഇതിലെ ഒരു ഇപ്പോൾ ഈ ഇമോഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, റാവ് ബഹദൂറിലൊരു ഭയങ്കര ഒരു ഇമോഷണൽ സീക്വൻസിനെ പറ്റിയിട്ട് ഒരുപാട് പേര് അത് പിക്ക് ചെയ്ത് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു റീല് ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്, ഭയങ്കര സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ദീപ ചെയ്തൊരു ഇമോഷണൽ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ദീപയ്ക്കും പേഴ്സണലി ഇപ്പം മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മലയാളത്തിൽ നിന്ന് ചിലപ്പോൾ ആ ഡെപ്തിലോ ഇതിലോ ക്യാരക്ടർ പോർട്രേ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ അത് തോന്നിയിട്ടുണ്ടാവും. ഇത് ആക്ച്വലി രേണുക എന്നുള്ള ക്യാരക്ടർ പോർട്രേ ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ സീന് പോർട്രേ ചെയ്യുന്ന ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? രേണുക എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇൻ ടേംസ് ഓഫ് ബീയിങ് എ നേഴ്സ്. ആ സിനിമയിൽ ഞാനൊരു നേഴ്സ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഐ ആസ്ക്ഡ് ഹിം ലൈക്ക് എന്തുകൊണ്ടാണ് നേഴ്സ് എന്നൊരു ക്യാരക്ടർ വന്നത്? ബിക്കോസ് ഹിസ് അമ്മ വാസ് എ നേഴ്സ്. അതുകൊണ്ടാണ് നേഴ്സിംഗ് എനിക്ക് അവിടെ കാണിക്കണം എന്ന് പറഞ്ഞത്. ബേസിക്കലി ഞാനൊരു BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഐ വാണ്ടഡ് ടു നോ എവറി ഡീറ്റെയിലിംഗ്, ഇതെങ്ങനെ ഇത് വന്നു എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഇമോഷൻ എനിക്കുണ്ട് ഈ സിനിമയിൽ.
കുറേ കാര്യങ്ങൾ എനിക്ക് എംപത്തറ്റിക് ആവുക, ഈ ഒരു 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 രോഗീനെ നോക്കുന്ന ഒരുപാട് സീക്വൻസസ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സ്പേസ് വളരെ എളുപ്പമായിരുന്നു ചെയ്യാൻ. പക്ഷെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ദിസ് ഇമോഷണൽ സീൻ വാസ് ദെയർ. പെർട്ടിക്കുലർലി എനിക്ക് സന്ദീപ് വാങ്കറെഡ്ഡി തിയേറ്ററിൽ ഫിലിം കണ്ടു കഴിഞ്ഞപ്പം ഹി കെയിം ആൻഡ് ടോൾഡ് മീ ദാറ്റ് യു കിൽ ദാറ്റ് സീൻ ഇൻ ലൈഫ്. ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഇതിൽ ഒരു ഇമോഷനും ഷുഡൻ ബി ഫേക്ഡ് അപ്പ്. സോ ഇതിലൊരു ഡെത്ത് സീനാണ് വരുന്നത്. ആ ഡെത്ത് സീന് ഐ ഡോണ്ട് ഈവൺ നോ, ലൈക്ക് ഞാനൊരു അമ്മയല്ല, എൻ്റെ കൊച്ചു മരിക്കുമ്പോഴുള്ള സീനാണത്. അപ്പോൾ ഐ വാണ്ടഡ് ദാറ്റ് ടു ബിക്കം റിയൽ. സോ ഐ മെയ്ഡ് സംതിങ് ഇൻ മൈ ലൈഫ് ദാറ്റ് എൻ്റെ ലൈഫിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കൊച്ചിനെ പോലെ വളർത്തിയിരിക്കുന്നത് എൻ്റെ ഡോഗാണ്. എൻ്റെ ഡോഗിൻ്റെ പേര് അവറാച്ചൻ എന്നാണ്. അപ്പം ഞാൻ അവൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇമോഷൻ എന്തായിരിക്കും എന്ന് ആ സമയത്ത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ബട്ട് ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദാറ്റ് സീൻ ഷുഡ് ബി റിയൽ. ഞാൻ എൻ്റെ അവറാച്ചന് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ, ദാറ്റ് വാസ് എ സീൻ. ആൻഡ് whenever I talk about the scene, I will be very emotional. കാരണം I remember that I told you, ഈ ഡയറക്ടർ എൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ആ ഡയറക്ടർ മഹാ ഈ സീൻ എടുത്തുകൊണ്ടിരുന്നപ്പം ഷൂട്ട് ദീപ ഗോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഹി നെവർ ഹാഡ് എ ഫീലിംഗ് ലൈക്ക് ദീപ യു ഹാവ് ടു ഇമോട്ട് ലൈക്ക് ദിസ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഒന്നും പറഞ്ഞിട്ടില്ല. വെനെവർ ഐ ഗെറ്റ് എ സീൻ ഐ വിൽ പ്രിപ്പയർ ഫോർ ദറ്റ് സീൻ പ്രയർ. ഒരു ദിവസം എടുത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പിറ്റേ ദിവസം പോകത്തുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ മകനെ വിളിക്കുന്നത് കുസുമ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. പക്ഷേ ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു കോൾ ഹിം കുസുമ, ബിക്കോസ് ചില സ്ഥലങ്ങളിൽ ഞാൻ അവനെ രാജ എന്നാണ് വിളിക്കുന്നത്, രാജ. അപ്പം ഞാൻ അത് മെയ്ഡ് ഷുവർ ചെയ്തു. ഈ ഒരു സീൻ എപ്പോഴും ആൾക്കാരുടെ ഉള്ളിലുണ്ടാവണം. ഐ തോട്ട് ഓഫ് ഗിവിങ് മൈ സൈഡ്, എന്തൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് ഇടാൻ പറ്റുമോ. ബട്ട് ഗ്രേറ്റ്ഫുള്ളി ദറ്റ് സീൻ വെർ ലൈക്ഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഷൂട്ട് ചെയ്ത സമയത്ത് പോലും ഒരു ഹൈ ഉണ്ടായിരുന്നു. ഇറ്റ്സ് വെരി പേഴ്സണൽ ടു മീ ആ സീൻ. ദീപയ്ക്ക് ഒരു ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ഒരു ക്യാരക്ടർ പോർട്രേയലിന് നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ട് ഉണ്ടല്ലോ, അത് ഇപ്പോൾ വൈറസ് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട്, ഹോം, ഇപ്പോൾ പെരുമാനി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റാവു ബഹദൂർ കഴിഞ്ഞ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു എവല്യൂഷൻ ഹാപ്പൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇനീഷ്യൽ ഫേസിൽ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ആണ്. എന്താ ഡിഫറൻസ് പറയുമ്പം നമുക്ക് തരുന്ന ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടല്ലോ, ഒരു ആർട്ടിസ്റ്റിന് അവിടെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നടി അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒറ്റൊരു കാര്യം പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു സിനിമയുടെ ഭാഗമാവണം. ആ സിനിമയിൽ എത്ര സ്ക്രീൻ ലിമിറ്റോ എത്ര സ്പേസ് ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷെ ആ ഒരു സ്പേസിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതിലാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു കാര്യം. വെൻ റാവു ബഹദൂർ കെയിം ടു മീ, റാവു ബഹദൂറിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടാവുക. അതെൻ്റെ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ഒരു ഫേസ് കാണിക്കുന്നുണ്ട്, സെക്കൻഡ് ഒരു ഫേസ് കാണിക്കുന്നുണ്ട്, തേർഡ് ഒരു ഫേസ് കാണിക്കുന്നുണ്ട്. ആ 3 ഫേസ് എന്ന് പറയുന്നത് എൻ്റെ ഏജ് ഡിഫറൻസിൽ കാണിക്കുന്ന ഇമോഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കോപ്പ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ്. അപ്പം ഐ എം വെരി താങ്ക്ഫുൾ ദാറ്റ് ബിഗിനിങ് സ്റ്റേജിൽ ക്യാമറയായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആവുമല്ലോ. നമ്മൾ ക്യാമറയായിട്ട് ഫ്രണ്ട്ലി ആവുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ ഒരു യൂസ് ടു ആവുക. നമ്മൾ ആ പേടി മാറ്റണം, ക്യാമറ ഫിയർ മാറ്റണം. റാവു ബഹദൂറിൽ എനിക്കത് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുന്ന ഒരാളാണ്. കരയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രയും ബോറായിട്ട് കാണരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒട്ടും കോൺഷ്യസ്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം, ഒട്ടും കോൺഷ്യസ് അല്ലാണ്ട് ചെയ്തിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് റാവു ബഹദൂറാണ്. പിന്നെ ഡെഫിനറ്റ്ലി പെരുമാനി വാസ് വൺ തിങ് ഇൻ മൈ ലൈഫ്. ഐ ഗെയിൻഡ് എ ലോട്ട് ഓഫ് വെയിറ്റ് ഫോർ ദറ്റ് ഫിലിം. ഒരു 8 kgs ഞാൻ ഗെയിൻ ചെയ്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. ബിക്കോസ് അതൊരു മുസ്ലിം ക്യാരക്ടറാണ്. ഇങ്ങനൊരു നാട്ടിൻ പുറത്ത് ഒട്ടും നമ്മൾ എന്താ പറയുക, സ്കിൻ കെയറോ ത്രെഡിങ്ങോ ഒന്നും ചെയ്യാണ്ട് വിത്തൗട്ട് എ മേക്കപ്പ് ലുക്കിലേക്ക് ഒരു 3-4 months ഞാൻ അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു പെരുമാനിയും റാവു ബഹദൂറും ഐ വിൽ കീപ്പ് ഇറ്റ് ഇൻ ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു മജു ഇക്ക എനിക്ക് അങ്ങനെ ഒരു ഫിലിം തന്നതിൽ. കാരണം ഐ വാസ് നോട്ട് ഡൂയിങ് എനി ഫിലിം ഇൻ ബിറ്റ്വീൻ. ഐ വാസ് ടോട്ടലി ലോസ്റ്റ്.
he had that confidence that she can portray this film. പുള്ളി എൻ്റെ സുലൈഖ മൻസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ് എന്നെ കണക്ട് ചെയ്യുന്നത്. So I'm very thankful for these all opportunities that happen in my life. ഈ ദീപയുടെ ഇപ്പോൾ സിനിമകളുടെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ ഹോമിലായാലും പെരുമാനിയിലായാലും ഒക്കെ ക്യാരക്ടേഴ്സ് നോട്ട് വർത്തി ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ദീപ തോമസ് എന്ന് വരുമ്പോൾ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ കരിക്കിലെ സംഗതിയാണ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗിനിങ് സ്റ്റേജിൽ അത്രയ്ക്ക് സ്ട്രൈക്കിംഗ് ഒരു നോട്ട് വർത്തി പെർഫോമൻസ് ആയതുകൊണ്ടും പിന്നെ കരിക്കിന് ആ സമയത്ത് ഭയങ്കര ഒരു ബ്രാൻഡ് മീൻസ് കരിക്കിന്റെ ഒരു എവല്യൂഷന്റെ തുടക്കമായിരുന്നു, ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കരിക്ക് ഫ്ലിക്കിലെ ഫസ്റ്റ് വെബ് സീരീസ് ആണ് തോന്നുന്നു, ഫസ്റ്റ് സീരീസ് ആണ് തോന്നുന്നു. മീൻസ് മറ്റേ സെബാസ്റ്റിന്റെ വെള്ളിയാഴ്ച ഇതൊക്കെ അതിന് ശേഷമല്ലേ, റോക്ക് പേപ്പർ സീസർ കഴിഞ്ഞിട്ടല്ലേ. ടോട്ടൽ എക്സ്പീരിയൻസ് വിത്ത് കരിക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കരിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പേജന്റിന് പോയിട്ടുണ്ടായിരുന്നു, മിസ് മില്ലേനിയൽ എന്ന് പറഞ്ഞിട്ട്. മിസ് മില്ലേനിയലിൽ ഞാൻ പരിചയപ്പെട്ട ഒരു നമ്മളെ ഗ്രൂം ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് റീനു മാത്യു. റീനു ചേച്ചിന്റെ ഹസ്ബൻഡാണ് ഉണ്ണി മാത്യു ചേട്ടൻ. അപ്പം റീനു ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ ഉണ്ണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു നോക്കട്ടെ ഇഫ് യു ക്യാൻ ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി ആക്ടിങ്. കാരണം ഞാൻ മിസ് മില്ലിൻ്റെ ഒരു സമയത്ത് നമുക്ക് ടാലൻറ്റ് റൗണ്ട് ഉണ്ട്. ആ ടാലൻറ്റ് റൗണ്ടിൽ ഞാനൊരു ചെറിയൊരു ആക്ടിങ് സീനാണ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണിച്ചേട്ടനായിട്ട് കണക്ട് ചെയ്യാം, നീ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഓഫീസിൽ പോയി. ആ സമയത്ത് കറക്റ്റ് ടൈമിലാണ് റോക്ക് പേപ്പർ സിസേഴ്സിൻ്റെ ഓഡീഷൻസ് നടക്കുന്നത്, കാസ്റ്റിംഗ് നടക്കുകയാണ് അവിടെ. അപ്പോൾ ഐ വെൻറ്റ്. ഞാൻ നിഖിൽ പ്രസാദ് അതിൻ്റെ സിഇഒനെ കാണുന്നു, സംസാരിക്കുന്നു, അത് വർക്കൗട്ട് ആവുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ശ്രദ്ധ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു. ടു ബി ഓണസ്റ്റ്, നമ്മുടെ ആക്ടിങ്ങിലൊക്കെ നമുക്കിങ്ങനെ ഒരു സാധനം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നതൊക്കെ കരിക്കുന്നാണ്. റീതു ചേച്ചി ആയിക്കോട്ടെ, നിഖിൽ ചേട്ടൻ, അതേപോലെ ഉണ്ണി ചേട്ടൻ. അപ്പം ഐ ഫെൽ സോ ഗ്രേറ്റ്ഫുൾ ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലൈഫിൽ കിട്ടുക, വേർ വി ഡോണ്ട് ഈവൻ ഹാവ് റൂട്ട്സ് ഇൻ ഫിലിംസ്. അപ്പം അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എവറിത്തിങ് കരിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹോം ആയിരിക്കും ഏറ്റവും അൺപ്രഡിക്റ്റബിൾ സക്സസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. ഇപ്പോൾ ഹോം ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത് ഇൻസ്റ്റന്റ് ഹിറ്റായിരുന്നു. നമ്മൾ തീരെ ഒരു ഭയങ്കര ഒരു സ്റ്റാർ ഫിഗറും ഒന്നും ഇല്ലാതെ ഭയങ്കര വന്ന് അടിച്ചൊരു പടമായിരുന്നു ഹോം. കരിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോം ആയിരിക്കില്ല ഏറ്റവും പേഴ്സണലി നമ്മൾ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ലീപ്പ് എന്നൊക്കെ പറയുമ്പോൾ തോന്നുന്നില്ലേ? ഹോം #ഹോം എനിക്ക് റോക്ക് പേപ്പർ സിസേഴ്സ് കണ്ടിട്ടാണ് റോജിൻ തോമസ് ഡയറക്ടറാണ് കണക്ട് ചെയ്യുന്നത്. വീണ്ടും ശ്രീനാഥ് ബാസി ആയിട്ടുള്ള. അപ്പോൾ ഞാനിങ്ങനെ വൈറസ് ചെയ്ത് നെക്സ്റ്റ് ടൈം ജസ്റ്റ് ഡൂയിങ് ദിസ് ലീഡ് വിത്ത് ശ്രീനാഥ് ബാസി, അതൊക്കെ ഒരു ഓക്കെ. ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു ലീപ്പ് നടക്കുമ്പോൾ നമുക്ക് അറ്റ് ദി സെയിം ടൈം വെരി ഗ്രേറ്റ്ഫുൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നല്ലോ. So definitely I had an audition scene where that was a car scene. അത് ബാസി ആയിട്ടുള്ള കരയുന്ന സീനൊക്കെ ആയിരുന്നു അന്ന് ഓഡിഷൻ ചെയ്തത്. അതെ, ആ സീനായിരുന്നു ചെയ്തത്. അപ്പം ഇതെങ്ങനെ ഞാൻ ക്രാക്ക് ചെയ്യും, കാരണം സീരീസിലും സിനിമയിലും അത് എങ്ങനെ ഇമോട്ട് ചെയ്യണം എന്നുള്ളത് ഐ വാസ് ലിറ്റിൽ കൺഫ്യൂസ്ഡ്. ഇസ് ഇറ്റ് ഐ ഡോണ്ട് നോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബട്ട് റോജൻ ചേട്ടൻ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. പിന്നെ അതേപോലെ ക്യാമറ നീൽ ഡി ചേട്ടൻ, അവരുടെ AD ഷാലും എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റ് ആണ്. അപ്പം അതൊക്കെ ഒരു സർക്കിൾ ചെയ്യാൻ പറ്റിയതിൽ ഐ എം വെരി ഹാപ്പി. ഹോം #ഹോം ഇസ് സംതിങ് നോൺ മലയാളീസും കണ്ടൊരു സിനിമയാണത്. അപ്പം എനിക്ക് മെസ്സേജസ് ഒക്കെ മലയാളികളല്ലാണ്ട് എനിക്ക് കുറച്ച് മെസ്സേജസും റിവ്യൂസും ഒക്കെ കിട്ടുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഐ വാസ് വെരി ഹാപ്പി വെൻ ഐ ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഈ സിനിമയാണ് പ്രൊഫഷൻ എന്നൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു പോയിന്റിൽ നമ്മൾ ഈ സിനിമ വ്യൂയിങ് ഒരു കൾച്ചറിൻ്റെ ഭാഗം കൂടെയാണ്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള സംഗതിയൊക്കെ നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. ദീപയുടെ ഒരു വ്യൂയിങ് കൾച്ചർ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. സിനിമ വ്യൂയിങ് കൾച്ചർ സിനിമയിൽ വന്ന ശേഷം കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന, ഇപ്പോൾ വെബ് സീരീസ്, സിനിമകൾ എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു. ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ കള്ളത്തരായിപ്പോൾ ഞാൻ എല്ലാ സിനിമകളും എല്ലാ വെബ് സീരീസും ഒന്നും കാണുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാം. എനിക്ക് ചില ഇമോഷൻസ് കാണുമ്പോൾ എനിക്ക് ചിലപ്പം ഒരു കുറച്ച് നാളുകൾ അതിലിരിക്കും.
എനിക്കതൊന്ന് ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. സിനിമ കാണുന്നതിന്റെ കണ്ടു കഴിഞ്ഞ പോർട്രേ അല്ല, ഞാൻ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ അതിലായിരിക്കും. അപ്പോൾ ഞാൻ വളരെ ചൂസ് ചെയ്യാണ് ചില സിനിമകൾ. ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് കാണാം. അതെ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വളരെയധികം സിനിമ കാണുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ എല്ലാ സിനിമകളും കാണുമ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയ സാധനങ്ങളെന്ന് പറയുന്നു പറഞ്ഞിട്ട് ലിസ്റ്റ് ഇട്ടിട്ടേ കാണുള്ളൂ. മൂഡിനനുസരിച്ച് അത് വരണമല്ലോ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാണ് ഞാൻ. അതാണ്. അപ്പം ഡെഫിനറ്റ്ലി ഉണ്ട്, ഞാൻ കാണുന്നതെല്ലാം ഇങ്ങനെ. വാച്ച് ലിസ്റ്റ് ഉണ്ടോ കയ്യില്? മറ്റേ ഇനി കാണാൻ പോകുന്ന സിനിമ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ പെർട്ടിക്കുലർലി ഇല്ല. ബട്ട് എനിക്ക് ആ സമയം ഇരുന്ന് കാണാൻ തോന്നുന്നു. ഇപ്പം റീസെന്റ് ഞാൻ വാപ്പസ് ആവുക ഈ പ്രൊമോഷന് ശേഷം ഞാൻ കാണുന്നത്. കാരണം എൻ്റെ ഒരു AD ഉണ്ട്, ജയ എന്ന് പറഞ്ഞിട്ട്, ഈ റാവ് ബഹദൂറിന്റെ. ഷീ നോ ദാറ്റ് ഐ എം വെരി ഇമോഷണൽ പേഴ്സൺ. അപ്പൊ എന്നോട് ഞാനിങ്ങനെ ഇവള് ആ പടം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും ഒന്ന് പോയി കണ്ടാലോ. അപ്പൊ ദീപ വേണ്ട, അത് ഭയങ്കര ഇമോഷണൽ സിനിമയാണ്, നിനക്ക് പ്രൊമോഷനുള്ളതാണ്, പിന്നെ അത് കരഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ഓക്കെ പ്രൊമോഷൻസ് കഴിഞ്ഞിട്ട് പോയി കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അവൾക്ക് 2ാം തവണ കാണുന്നു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ, അതാണ് എൻ്റെ ഒരു വേ ഓഫ് ഫിലിം. ഇപ്പൊ റീസെന്റ് ഞാൻ വാച്ച് ഒഡീസി കണ്ടു. ഐമാക്സ് നല്ല കണ്ടു. ഞാൻ നോർമൽ PXL കണ്ടു. ഇവിടുത്തെ ഐമാക്സിന്റെ അവസ്ഥ എന്താ പറയാ, എത്ര കാശ് കൊടുത്തു കാണുന്നത്. ദീപയുടെ ഒരു 5 ഫേവറേറ്റ് ഫിലിംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടോ? ഒരു മലയാളത്തിൽ തന്നെ വേണമെന്നില്ല, ഓൾ ടൈം 5 ഫേവറേറ്റ് ഫിലിംസ് ചോദിച്ചാൽ. I was very sad that പെരുമാനി didn't work out. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴും എന്നോട് ഇങ്ങനെ 5 ഫേവറേറ്റ് മലയാളം സിനിമാസ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പെരുമാനി പോയിരുന്ന് കാണണം പറ്റുകയാണെങ്കിൽ. നിങ്ങൾക്കും അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ ഭയങ്കര പ്രതീക്ഷ അല്ലേ മജുവിന്റെ ഇത് കഴിഞ്ഞിട്ട്? I was very very sad when that film didn't work out. നമുക്ക് ചില സിനിമകൾ ഇറങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ ഓക്കെ ഇതിന് ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ സിനിമ ഡിസേർവ്ഡ് ഇറ്റ്. ഞാൻ എൻ്റെ വോയിസിൽ ആവുന്നതും പറഞ്ഞു ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴും there were no people to support me. I know that, but once അത് OTT വന്നു കഴിഞ്ഞപ്പം we missed it in theaters. ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് സഹായിക്കണം. But that is the first film I will ever suggest to Malayalam audience. That is a wonderful film that ഞാൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, പക്ഷെ അത് നല്ലൊരു സിനിമയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പെരുമാനി ഈസ് മൈ ഫേവറേറ്റ്. കുമ്പളങ്ങി നൈറ്റ്സ് ഇസ് മൈ ഫേവറേറ്റ്. സുഡാനി ഫ്രം നൈജീരിയ, ഐ സ്റ്റിൽ റിമെമ്പർ സുഡാനി ഫ്രം നൈജീരിയ കണ്ടിറങ്ങുമ്പോൾ മഴയായിരുന്നു. ഞാൻ ആ ഇമോഷനിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ അതേപോലെ ഇനി സിനിമയല്ലേ റാവ് ബഹദൂർ, അതെന്തായാലും പറയല്ല, പക്ഷെ എന്തായാലും പോയി കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ 5th ഫിലിം ഐ വുഡ് സേ ഒരു ഇംഗ്ലീഷ് ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദി ബ്യൂട്ടിഫുൾ മൈൻഡ്. അതെന്റെ ഫേവറേറ്റ് സിനിമ. ഇത് 5 ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇൻഡസ്ട്രിയിൽ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തെലുഗു മലയാളം കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? എവിഡന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? പിന്നെ നമ്മുടെ മലയാളം സിനിമ ഞാനത് റീസെന്റ് വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞത് ഭയങ്കര കുറച്ച് പേര് അതെടുത്ത് ട്രോളുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ ഫാക്ടാണ് പറയുന്നത്, അത് ഞാൻ എപ്പോഴും മാറ്റി പറയല്ല. അതെന്താ വെച്ചാൽ നമ്മൾ തെലുഗു സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു 20 days ഓഫ് ഷൂട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബ്രേക്ക് നടക്കുന്നുണ്ട്, സ്കെഡ്യൂൾ ബ്രേക്സ് ഭയങ്കരമാണ്. അപ്പോൾ ആ സ്കെഡ്യൂൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആസ് എൻ ആർട്ടിസ്റ്റ് അത് ആ ഇമോഷനും കാര്യങ്ങളൊക്കെ അത് ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്. മലയാള സിനിമയിൽ അങ്ങനെയല്ല. ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്കത് പെട്ടെന്ന് ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഓവറോൾ കുറേ സ്കെഡ്യൂൾ ബ്രേക്സ് വരാറില്ല. ഇപ്പോൾ ഒരു 20 days ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്ന ഒരു പടങ്ങളാണ്. അപ്പോൾ ഒരു ലീഡ് ആയിട്ട് ചെയ്ത റാവ് ബഹദൂറിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഈ സ്കെഡ്യൂൾ ബ്രേക്സ് വാസ് ലിറ്റിൽ ഇമോഷണലി ഡ്രെയിനിങ് ഫോർ മീ. എസ്പെഷ്യലി നമുക്ക് കുറച്ച് ലെയേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് അത് ഹോൾഡ് ഓൺ ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. നമ്മുടെ നിത്യജീവിതത്തെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ നിത്യജീവിതത്തിൽ എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. If I am going through this, I can't even imagine what Satyadev have gone through. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 3 ഫേസുകളാണ് കാണിക്കുന്നത്. ആ 3 ഫേസുകളിലും നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ആ ഒരു സാധനം എനിക്ക് വരാറുണ്ടായിരുന്നു. അത് പല ആക്ടേഴ്സിനും പല രീതിയിലാണ് അവർ പെർസീവ് ചെയ്യുക. അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് അബ്സോർബ് ചെയ്യായിരുന്നു ഞാൻ. അപ്പം
ഐ ഫെൽ ലൈക്ക് ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു സാധനം. സോ ഐ ടോൾഡ് ദാറ്റ് ടു ഡയറക്ടർ ഓൾസോ. ഇത് കുറച്ചൊരു ഇമോഷണലി ഡിസ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നു എന്നുള്ളത്. ഈ വർക്കിംഗ് എൻവയൺമെൻറ്റ് കാര്യം പറയുമ്പോൾ നമുക്കിപ്പോൾ മലയാളം ഇൻഡസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് അല്ല. പലപ്പോഴും മലയാളം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞൊരു പേഴ്സണൽ ബോണ്ട്, ഫ്രണ്ട്ഷിപ്പ്, ഒരു പേഴ്സണൽ ട്രസ്റ്റിൻ്റെ ഒക്കെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റാദർ ദാൻ ഒരു ഫിനാൻഷ്യൽ എഗ്രിമെൻറ്റിനെക്കാട്ടിലൊക്കെ ഒരു പേഴ്സണൽ ട്രസ്റ്റിൻ്റെ പുറത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ഈ മറ്റേ മോളിവുഡ് ടൈംസിൻ്റെ സമയത്ത് അഭിനവ് സുന്ദർ നായിക്ക് പറഞ്ഞിരുന്നു, ഇപ്പോൾ എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു പേഴ്സണൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ആക്ടറായിട്ടുള്ള പേഴ്സണൽ ട്രസ്റ്റിൻ്റെ പുറത്താണ് കൂടുതൽ ഹാപ്പനിങ് ആവുന്നത്. ഇതിൻ്റെ ഒരു ദ അതർ സൈഡ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ചുറ്റും ഒരു സർക്കിൾ, ഒരു ഹാപ്പനിങ് സർക്കിൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടായേ തീരൂ എന്നൊക്കെ പറഞ്ഞൊരു സർക്കിളാണ്, ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ലോബിയിങ് അല്ലെങ്കിൽ മറ്റേ ബെൽറ്റ് അസോസിയേഷൻ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വരുന്നത് അതുകൊണ്ടാണല്ലോ. ഇപ്പം ദീപയുടെ ഇപ്പോൾ ഈ ഒരു 7 years ഓഫ് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ദീപയ്ക്ക് ഓൺ എ വെരി പേഴ്സണൽ നോട്ട് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ സർവൈവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരു സർക്കിൾ, ഒരു ഹാപ്പനിങ് സർക്കിൾ വേണം, അല്ലെങ്കിൽ അത് ഉണ്ടായേ തീരൂ എന്നൊക്കെ ഒരു തോട്ട് തോന്നിയിട്ടുണ്ടോ? ഐ ഹാവൻ ഫെൽറ്റ് ഇറ്റ്. ഒരു പോയിന്റിൽ ഇപ്പം ഞാൻ പല കാര്യങ്ങളും കേൾക്കുമ്പം ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. ഞാനിതിന് റിയാക്ട് ചെയ്യുന്ന ആളും കൂടിയാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ജസ്റ്റ് വോണ്ട് ടു സർവൈവ് ഇൻ ഇൻഡസ്ട്രി. സോ ഇപ്പോൾ പറയുന്ന പെരുമാനി ഇതൊന്നും ഒരു ലോബിയിലോ അല്ലെങ്കിൽ ഒരു സർക്കിളിലോ പെടുന്ന ആളുകൾ ചെയ്ത സിനിമകളല്ല ഈ പെരുമാനി. ഇപ്പം ഹോം ആയിക്കോട്ടെ, വാട്ട് എവർ ഫിലിംസ്, വൈറസ് ആയിക്കോട്ടെ, ഐ ഹാവൻ ഫെൽറ്റ് ഇറ്റ്. അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ചിലപ്പം അവരുടെ ഐ റെസ്പെക്ട് ദിയർ പെർസ്പെക്റ്റീവ്, അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ഫോർ മീ ഐ ഹാവൻ ഫെൽറ്റ് ഇറ്റ്. എനിക്കിതുവരെ അങ്ങനെ ഒരു സാധനം തോന്നിയിട്ടില്ല. നമുക്ക് വരേണ്ടതാണെങ്കിൽ നമ്മുടെ കൈകളിൽ തന്നെ ഇപ്പം എന്ത് തടസ്സങ്ങളാണെങ്കിലും വരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ ചെയ്ത വേറൊരു ലാംഗ്വേജിലുള്ള സിനിമയാണെങ്കിലും, റാവ് ബഹദൂർ ആണെങ്കിലും, പെരുമാനി ആണെങ്കിലും. ഇഫ് ഐം ഗോണ ഡു അനദർ ഫിലിം, ഇപ്പം അതാണെങ്കിലും അതൊരു ലോബിയിൽ പെടുന്ന സിനിമകളല്ല. ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന അവരുടെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവൈവൽ എപ്പോഴും ഒരു ഹൈ ലോ അങ്ങനത്തെ ഒരു ആ പോക്ക് ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്. എല്ലാ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ടഫ് ടൈംസിൽ കൂടെ പോവും, പിന്നെ ഒരു അപ്രൈസിങ് ഉണ്ടാവും, പിന്നെ അത് എനിക്ക് പറയുമ്പോൾ മറ്റേ ഒരു ബൈബിൾ കോട്ട് ഉണ്ട്, ഈ ലോകത്തിലുള്ള ഏതൊരു ജീവജാലങ്ങൾക്കും ഒരു അവസരമുണ്ട്. അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതിൽ വിശ്വസിച്ച് പോകും. I don't want to be a part of any group or lobby, something like that. I don't believe in it. If you like me or if my craft is speaking for you, you can. I am here. I'm here to do a good film. ആളുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെയാണ് ദീപ ഡിഫൈൻ ചെയ്യുന്നത്? പെർട്ടിക്കുലർലി ഇൻഡസ്ട്രിയിൽ എനിക്ക് നിങ്ങളുടെ ഇൻസ്റ്റയിലൊക്കെ മറ്റേ അനാർക്കലി നാസറായിട്ട് ഭയങ്കര കാൻഡിഡ് ആയിട്ടുള്ള പോസ്റ്റുകളും പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. വിത്തിൻ ഇൻഡസ്ട്രി, ഔട്ട്സൈഡ് ഇൻഡസ്ട്രി ഒക്കെ ഫ്രണ്ട്ഷിപ്പിന് എങ്ങനെയാണ് ഒരു ദീപയുടെ പേഴ്സണൽ നോട്ട്? അനാർക്കലി നാസർ ഇപ്പം സ്പെസിഫിക്കലി ചോദിച്ചുകൊണ്ട് പറയാണ്. അനാർക്കലി നാസർ എൻ്റെ ലൈഫിൽ വന്നത് ഞങ്ങൾ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായൊരു ഫ്രണ്ടാണ്. അപ്പം ഐ എം നോട്ട് എ പേഴ്സൺ ഹൂ ക്യാരീസ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഫ്രം ഇൻഡസ്ട്രി. അപ്പം എൻ്റെ ബിഗിനിങ് സ്റ്റേജ് മുതൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. സോ ഐ നോ ദാറ്റ് ഷീ സപ്പോർട്ട്സ് മീ എ ലോട്ട് കമ്മിങ് ഹിയർ. ഒരുപാട് കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. whenever there is some works we used to discuss. If I'm not available I used to suggest, like a lot of things had happened throughout life. അപ്പം ഇൻഡസ്ട്രിയിൽ എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല ബേസിക്കലി സ്പീക്കിംഗ്. സോ ഷീ ഈസ് ദ വൺ ഐ യൂസ് ടു സ്പീക്ക് അബൌട്ട് ഫിലിംസ് ആൻഡ് ഓൾ. ഞാൻ അതിൽ കൂടുതലും ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നതും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്താണ്. ഐ ഹാവ് എൽഡർ സിസ്റ്ററിൻ്റെ അടുത്തും, ദീപ്തി ഓക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ, അമ്മ, ബ്രദർ, അവരുടെ അടുത്താണ്. അച്ഛൻ എനിക്ക് തോന്നുന്നു നാടകം അഭിനയം അതൊക്കെ എങ്ങനെ അറിയുന്നത്? പഠിപ്പിച്ചിട്ടുണ്ടോ? തല്ല് യൂഷ്വലി എനിക്ക് ചില എൻ്റെ
പോസ്റ്റിന്റെ അടിയിൽ കമന്റ് വന്നിട്ട് കുറേ തല്ല് കിട്ടിയിട്ടുണ്ട് പണ്ട് എനിക്ക്, ടീച്ചറായിരുന്നു. അപ്പൊ അത് ഞാനെന്താക്കണം, രണ്ടുപേരും ടീച്ചറായിരുന്നു അല്ലേ? രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പം അതേപോലെ അച്ഛന് നാടകം, ഇപ്പൊ പള്ളിയിൽ നാടകമൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പോവും. അവർക്ക് അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. സിനിമയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ സ്ട്രക്ചേർഡ് ജോലി അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അച്ഛൻ എപ്പോഴും ഗവൺമെന്റ് ജോലി ഉണ്ടാവണം എന്ന് പറയുന്ന ആളാണ്. ഇപ്പൊ എങ്ങനെയാ അവരുടെ സ്റ്റേറ്റ്? സിനിമകൾ ചെയ്യും, നല്ല സിനിമകളുടെ ഭാഗമാണ്. ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛക്ക് ഇതാണ് എൻ്റെ ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കി. ഹി തോട്ട് ദാറ്റ് അതൊരു സൂപ്പർഫിഷ്യൽ കാര്യമാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈസ് എ വെരി സപ്പോർട്ടീവ് പാരന്റ് ദാറ്റ് ഐ ഹാവ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. റാവ് ബഹദൂർ കഴിഞ്ഞിട്ട് അടുത്ത ഇത് വരുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം വിത്ത് us. താങ്ക് യു സോ മച്ച്.